ഗൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമായിരുന്നു പെപ്പറയെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ സംസാരിക്കാൻ. കാരണം നമ്മുടെ ഒരു സെൻറ്റർ ഫോർവേഡ്സ് എന്ന നിലയിൽ ജോഷുവ ആൻഡ് പെപ്പറ ആണല്ലോ ഉള്ളത്. അപ്പം ജോഷുവയെ പറ്റി ഓൾറെഡി സംസാരിച്ച നിലയിൽ പെപ്പറയുടെ ഒരു കാര്യങ്ങൾ കൂടി സംസാരിക്കാം. പിന്നീട് ഞാൻ വിചാരിച്ചു പെപ്പറ ഓർ ജോഷുവ ഇതിൽ ഏതെങ്കിലും ഒരു താരത്തെ ആണല്ലോ നമുക്ക് ഈ ഒരു ISLലേക്ക് വരുമ്പോഴത്തേക്കും രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സാധ്യത ഉള്ളത്. പുതിയൊരു നമ്പർ 9 വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അത് ആരായിരിക്കണം അല്ലെങ്കിൽ ആരായിരിക്കാം എന്നുള്ള സാധ്യതകൾ ഒന്ന് സംസാരിക്കാം, ചില കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ഒരാൾ പോകണമെന്ന് ഞാൻ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരെങ്കിലും ഒരാൾ മോശമായിട്ടോ ഒന്നുമല്ല, നമുക്ക് നമ്മളുടെ ഒരു ടീമിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള താരങ്ങളെയാണ് ഉറപ്പായിട്ടും ആവശ്യം. ഇപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു ക്രിയേറ്റീവ് പ്ലെയേഴ്സ് എന്ന നിലയിൽ ഇപ്പം നോവയും ലൂണയും ഉണ്ട്. ഇപ്പം നോയാണെങ്കിൽ അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങറാണ് ബേസിക്കലി. അദ്ദേഹം വേണമെങ്കിൽ ഒരു സെൻറ്റർ ഫോർവേഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്നാൽ ലൂണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, ഒരു ലെഫ്റ്റ് സൈഡഡ് മിഡ്ഫീൽഡറായിട്ടുമൊക്കെ കളിക്കാൻ കഴിയും. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ നമുക്ക് ഉറപ്പായിട്ടും ഒരു ക്രിയേറ്റീവ് പാർട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്ലിനിക്കലായിട്ടുള്ളൊരു സ്ട്രൈക്കറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജോഷുവയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും സെൻറ്റർ ഫോർവേഡ് ആണെന്ന് പറയുമെങ്കിലും അദ്ദേഹം ബേസിക്കലി ഒരു വിങ്ങറാണ്. കഴിഞ്ഞ 2-3 സീസൺസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വിങ്ങർ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ലീഗിലൊക്കെ ആണെങ്കിലും കളിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി വളരെ സ്പീഡി ആയിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളത് ഒരു എബിലിറ്റിയാണ്. ഇപ്പം റൈറ്റ് സൈഡിലൂടെ നല്ല റൺ ചെയ്തിട്ട് പ്രോസസ്സൊക്കെ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ലെഫ്റ്റിലൂടെ ഇത് ചെയ്ത് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് കട്ട് ബാക്സോ അങ്ങനത്തെ ആ ലെവലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗോളും അത്യാവശ്യമൊക്കെ സ്കോർ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൾ ഇപ്പോൾ 181 മത്സരങ്ങളിൽ നിന്ന് 31 ഗോൾസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അതായത് ഗോൾ സ്കോറിങ് വരുന്നൊരു സമയത്ത് എവരി 301 മിനിറ്റുകളിലാണ് അദ്ദേഹം സ്കോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കണക്കല്ല 301 മിനിറ്റ്സിൽ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ക്വാമി പെപ്പറയുടെ കാര്യം എടുക്കുന്ന ഒരു സമയത്ത് പെപ്പറ ആണെങ്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനും ചില എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു സ്കോറിങ്ങിൽ എത്രത്തോളം വരുമെന്നുള്ളത് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ എബിലിറ്റി, അദ്ദേഹം സ്പേസ് മറ്റൊരു സ്ട്രൈക്കറിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് 106 മത്സരങ്ങളിൽ നിന്ന് 26 ഗോളുകളാണ്. അതായത് ഏകദേശം ഓരോ 281 മിനിറ്റ്സിലുമാണ് ഓരോ ഗോൾസ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ISL തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 9 മാച്ചിൽ നിന്നാണ് 2 ഗോൾസ് അടിച്ചിട്ടുള്ളത്. അത് എവരി 463 മിനിറ്റ്സിലാണ് അദ്ദേഹം ഓരോ ഗോൾസും സ്കോർ ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ സീസണിൽ നമ്മളെ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുള്ള ദിമി 2 സീസണുകളിലായിട്ട് 38 മത്സരങ്ങളിൽ 23 ഗോൾസാണ് സ്കോർ ചെയ്തത്. അതായത് ഓരോ 134 മിനിറ്റ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കോറിങ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ 134 മിനിറ്റിലാണ് അദ്ദേഹം വല കുലുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് നോവ ലൂണ പോലത്തെ ഒരു പ്ലെയർ ദിമിക്കൊപ്പം അന്നേ ഉണ്ടായിരുന്നു. ഈ 2 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു നമ്പർ ഇനിയും കൂടിയേനെ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ ഒരു ലെവലിൽ അങ്ങനത്തെ ഒരു സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാക്കിംഗ് സൈഡിൽ അമാന്തങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു സീസൺ തുടങ്ങാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ ഒരു ഈഗോർ അങ്കുളയെ പോലെ അല്ലെ ഒഗ്ഗച്ചെ പോലത്തേക്ക് ഒരു പ്ലെയറെ വന്നു കഴിഞ്ഞാൽ അത് സെറ്റായിരിക്കും. സോ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിലൊരു താരം പോകേണ്ടി വരും. അപ്പോൾ ഏത് താരത്തെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോൾ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജോഷുവയ്ക്ക് പറഞ്ഞ പോലെ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ജോഷുവയുടെ പേരായിരിക്കും ഞാൻ കുറച്ചും കൂടി പറയാം. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റർ ഫോർവേഡ് ഉണ്ടെങ്കിലും നമുക്കൊരു മറ്റൊരു കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്കർ വേണമല്ലോ. ഇപ്പം ദിമി പ്ലേ ഓഫിൽ കളിക്കാത്തപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചതൊക്കെ കണ്ടതാണല്ലോ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോഷുവയുടെ കണക്കുകൾ തന്നെ നോക്കുമ്പോഴത്തേക്കും അതിൽ ഒരു ബെറ്ററുണ്ട്. അതുമാത്രമല്ല ഒരു അസിസ്റ്റ് പ്രൊവൈഡർ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ജോഷുവയുടെ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ. കാരണം 181 മത്സരങ്ങളിൽ 31 ഗോളും 11 അസിസ്റ്റുമാണ്. പെപ്പറയുടേത് 106 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളും വെറും 2 അസിസ്റ്റ് മാത്രമാണ്. അതിൽ ഒന്ന് ISLലാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ജോഷുവ ആണെങ്കിലുള്ള ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ ഒരു സെൻറ്റർ ഫോർവേഡ് നമ്മൾ സൈൻ ചെയ്യുമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ജോഷുവയെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കിയാലും അദ്ദേഹം ഈ പറഞ്ഞ കൗണ്ടർ സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയറാണെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു തരത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതല്ല ഇൻ കേസ് ഇപ്പം ആ സ്ട്രൈക്കർ കളിക്കാത്ത സാഹചര്യം വരുന്ന സമയത്ത്
നോവേ സെൻറ്റർ ഫോർവേഡ് കളിപ്പിച്ചാലും ഈ പറഞ്ഞ പോലെ ബോത്ത് വിങ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ പോലും ജോഷുവാനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ പെപ്രയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സെൻട്രലിൽ തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ബേസിക്കലി എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ നമ്മുടെ റൈറ്റ് വിങ്ങിൽ ചില പോരായ്മകളുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് കുറവാണ്, അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന പ്ലേയേഴ്സ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ലെഫ്റ്റിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു റൈറ്റ് വിങ് പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ ഈ ജോഷുവ പെപ്രയിൽ ഇവരിൽ ഒരാളുള്ളപ്പോൾ നല്ലതെങ്കിൽ അദ്ദേഹമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ ജോഷുവയുടെ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തൊരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് ഇദ്ദേഹത്തെയാണ് പരിഗണിക്കുന്നതെങ്കിൽ അത്ര വലിയ പ്രതീക്ഷ. ഞാൻ ആ പറയുന്ന സമയത്ത് പെപ്രയും ഉണ്ടാകുമെന്നുള്ള സാഹചര്യത്തിലാണ്. ഇപ്പം വരുന്നൊരു വാർത്തകളൊക്കെ അനുസരിച്ച് ഇതിൽ ഒരാളെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് കേൾക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലൊരു വീഡിയോ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 6 വിദേശ താരങ്ങളെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഒരു വേഴ്സറ്റാലിറ്റി ഉള്ള പ്ലേയേഴ്സിന് ഉറപ്പായിട്ടൊരു അപ്പർ ഹാൻഡ് ഉണ്ടാകും. പിന്നെ എല്ലാം തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രീ സീസൺ ആയിരിക്കും. ഇപ്പോൾ തായ്ലൻഡിലെ പ്രീ സീസൺ ടൂർ, അതിലിപ്പം സെക്കൻഡ് ഹാഫിലാണ് ജോഷുവ ആണെങ്കിലും പെപ്പർ ആണെങ്കിലും കുറേശ്ശെ മിനിറ്റ്സ് കളിച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പ്രീ സീസൺ മാച്ചസ് ഉണ്ട്, ഡുറൻ കപ്പ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കോച്ച് കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുക. ഇനി കോച്ചിൻ്റെ പ്ലാൻസ് എന്താണ് എന്നുള്ളതുമൊക്കെ വളരെ നിർണായകമാണ്. അപ്പം അതിനും കൂടി ഉറപ്പായിട്ടും പ്രാധാന്യമുണ്ട്. ഞാനീ പറഞ്ഞത് എൻ്റെ ഒരു സ്പെക്കുലേഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻസ്, എൻ്റെ എക്സ്പെക്റ്റേഷൻസ്, എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ? കാണിക്കുകയാണ് സനി.